ഞാൻ സ്വാമിയിലേക്ക് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇത് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ വരെ ചെയ്തിട്ടുള്ളതൊക്കെ തെറ്റുകളാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഈ ലാലൂർ ദേവസ്ഥാനം എന്ന മൂർത്തികളിലേക്ക് ഞാൻ എന്നെ അർപ്പിച്ചത്. ആ അർപ്പണബോധം സത്യാന്തമായിട്ടുള്ളതിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികളുടെ ആണോ, ഇനി എന്താണോ എന്നറിയില്ല. സ്വാമികൾക്ക് എന്നോടുള്ള അനുഗ്രഹം കൊണ്ടാണോ എന്നറിയില്ല. ലാലൂർ ദേവസ്ഥാന മൂർത്തികളിൽ അത്യാവശ്യം ഒരുവിധം എല്ലാവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എൻ്റെ കഴിവല്ല, അത് ആ മൂർത്തിയുടെ കഴിവാണ്. ആ മൂർത്തികളിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരികയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലത്തെ നെഗറ്റീവ് ആയ പിശാചിനെ എടുത്ത് കളഞ്ഞ് നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജി നിറച്ച്, അതായത് പിശാചിനെ പുറത്താക്കി സ്വാമിയായ ദൈവത്തിനെ പ്രതിഷ്ഠിച്ച് നിങ്ങളുടെ ഉള്ളിലെ അശുദ്ധമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ കളഞ്ഞ് നിങ്ങളുടെ ഉള്ളിലേക്ക് അറിവ് പകർന്ന്, എനിക്കറിയാവുന്ന അറിവുകൾ പകർന്ന് തന്ന് ദൈവത്തിലേക്ക് അടുപ്പിച്ച് ദൈവത്തിനെ കൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിവർത്തിച്ച് തരുന്ന രീതിയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഞാൻ ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് ബ്ലാക്ക് മാജിക് ഒന്നും അറിയില്ല. ദൈവം സഹായിച്ച് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അനുഗ്രഹം ഉണ്ടെന്ന് തോന്നണു. അതാണെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കാം. അതെല്ലാം നമുക്ക് ഇടാൻ പറ്റില്ല. എന്നാലും ഞാൻ പരമാവധി ഇടാൻ ശ്രമിക്കാറുണ്ട്. അതായത് എൻ്റെ ആവശ്യം തന്നെ സ്വാമിയുടെ പേരും പ്രശസ്തിയും ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നവർ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുക. ഇവിടെ തുള്ളല് കൽപ്പന പറയലൊന്നും ഇല്ല. നിങ്ങൾക്ക് നേരിട്ട് സ്വാമിയോട് പറയാം. എന്നോടും കൂടി പറയുമ്പോൾ അത് ഞാൻ സ്വാമിയോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രം. മറ്റുള്ളവർക്ക് ഒരു തവണ പുഷ്പാഞ്ജലിക്ക് കൊടുത്താൽ ചെയ്യുള്ളൂ. ഇവിടെ നിത്യം ചെയ്യും. അത്രയേ ഉള്ളൂ മാറ്റം. അതായത് ഞാൻ എൻ്റെ അടുത്ത് ഒരു ദിവസം ഏകദേശം 700,000 അടുത്ത് പുഷ്പാഞ്ജലികൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും തന്നിട്ടുള്ളതല്ല. എന്നും അത്രയ്ക്കൊന്നും പുഷ്പാഞ്ജലികളൊന്നും ഇവിടെ വരാറില്ല. ഞാൻ ചെയ്യുന്നത് തുടർച്ചയായിട്ട് എല്ലാവർക്കും വേണ്ടി ചെയ്തു പോകും. അത് ആദ്യമേ തൊട്ട് ശീലിച്ചതാണ്. ഇവിടെ ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവരുടെ ഉന്നമനത്തിലോട് കൂടിയിട്ട് സ്വാമി മുഖേന നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങളിലൂടെ സ്വാമീനെ ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ കർമ്മത്തിൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് എനിക്ക് മാജിക്ക് കാണിക്കുക, അല്ലെങ്കിൽ അവിടെ അത് കാണിക്കുക, ഇത് കാണിക്കുക, ഇതൊന്നുമില്ല. പിന്നെ കർമ്മങ്ങൾ ചെയ്യണതിൻ്റെ അനുഭവം തരുന്നത് സ്വാമിയാണ്. മനസ്സിലായ? ഓക്കെ, എല്ലാവരും മനസ്സിലാക്കി ദൈവത്തിലേക്ക് എടുക്കുക. ജപം മുടക്കാതിരിക്കുക. ജപത്തിലൂടെയാണ് ദൈവത്തിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല മാർഗം. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, ഒരുപാട് പേർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉള്ളതാണ്. പണ്ട് കാലത്ത് എന്നും പറയുന്ന ഒരു വാക്ക് തന്നെയാണ്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ വരെ പ്രത്യക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരേ ഒരു ഉപാധിയാണ്